കഥയുടെ തുടക്കത്തിൽ ടിയാനെയാണ് കാണിക്കുന്നത്. അവളൊരു സാധാരണ പെൺകുട്ടിയല്ല, ഗ്യാങ്സ്റ്റർ മാഫിയ ലീഡർ കൂടിയാണ്. അവളും ഗാർഡ്സും ഇപ്പോൾ ചൈനയിൽ വന്നിരിക്കുന്നത് തന്നെ 20 വർഷങ്ങൾക്ക് മുമ്പ് അവളുടെ ഇരട്ട സഹോദരി ഒരു കള്ളക്കടത്തുകാരൻ തട്ടിക്കൊണ്ടുപോയി. അവളെ കണ്ടെത്താൻ കൂടിയായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന രണ്ടുപേരോട് തൻ്റെ സഹോദരിയുടെ കുട്ടിക്കാലത്തെ ചിത്രം കാണിച്ച് അവളെ എവിടെയെങ്കിലും കണ്ടതായി ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതും ടീനയുടെ കണ്ണട മാറ്റിയപ്പോൾ അവളുടെ കണ്ണുകൾ കണ്ട് അവർ തന്നെ കൂടുതൽ ഭയപ്പെടുകയാണ്. അവർക്ക് അറിയില്ലെന്ന് പറയുമ്പോഴും ഇവൾ എന്നാ പിന്നെ ഇവരെ കൊല്ലാനായിട്ട് ഗാർഡ്സിനോട് പറയുന്നു. ശേഷം അനിയത്തിയെക്കുറിച്ച് അസിസ്റ്റന്റ് കുറച്ച് ഡീറ്റെയിൽസ് കൊണ്ടുവന്ന് കൊടുക്കുന്നു. അവളുടെ വളർത്തു മാതാപിതാക്കൾ താമസിച്ചിരുന്ന സ്ഥലം ഇപ്പോൾ വീട് മാറിയെന്നും അതിപ്പോൾ കച്ചവടാക്കി മാറ്റി. കൃത്യമായ സ്ഥലം കണ്ടെത്തി കുറച്ച് സമയമെടുക്കും, എന്നാൽ തിരയുന്നത് തുടരുക തന്നെ വേണം. കാരണം മുത്തശ്ശിയുടെ ആരോഗ്യനില വളരെ മോശമാണ് എന്നാണ് ടീന പറയുന്നത്. എന്നാൽ അതേ സ്ഥലത്ത് തന്നെ അവിടെ അനിയത്തിയുണ്ട്. അവളുടെ പേര് ജിയാങ്. ജിയാങ് ഒരു ക്ലയൻറ്റിനെ കണ്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ അയാൾ സൈൻ ചെയ്ത് കൊടുക്കാതെ അവളോട് മോശമായി പെരുമാറുന്നു. അതിനാൽ അവൾ അവിടുന്ന് വേഗം തന്നെ ഓടി. അങ്ങനെ പോകുമ്പോൾ ടീനയും ജിയാങ്ങും അരികിലൂടെ നടന്നു പോയെങ്കിലും അവർ പരസ്പരം കണ്ടതേയില്ല. പിറ്റേന്ന് ജിയാങ് ജോലിക്ക് വന്നപ്പോൾ കമ്പനി മാനേജർ അവളെ നിർത്തി പൊരിക്കുകയാണ്. ക്ലയൻറ്റിനെ രസിപ്പിക്കണമെന്ന് നിന്നോട് പറഞ്ഞിട്ട് നീ വഴിക്കിട്ടാണല്ലോ വന്നത്. നീ പോയി അയാളോട് ക്ഷമ ചോദിച്ചാൽ മാത്രമേ കമ്പനിയിൽ കയറ്റുകയുള്ളൂ എന്നാണ് പറയുക. അല്ലെങ്കിൽ ഇന്ന് രാത്രി ഒരു ഡിന്നറുണ്ട്, അതിൽ അയാളും പങ്കെടുക്കും. വേഗം റെഡി ആയിക്കോ, 7 മണിക്ക്. ജോലി വേണമെങ്കിൽ ഇന്ന് എൻ്റെ കൂടെ വരണം എന്ന് മാനേജർ നിർബന്ധിച്ചു പറഞ്ഞു. ജോലി പോകാതിരിക്കാനായി അവൾ മാനേജറിനൊപ്പം അന്ന് രാത്രി അവൾക്ക് കംഫർട്ടബിൾ അല്ലാത്ത ഡ്രസ്സായിരിക്കും ഇട്ടിരിക്കുക. അതും മാനേജർ പറഞ്ഞിട്ട്. മാനേജർ ക്ലയൻറ്റിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അവളെ ഒരുപാട് കുടിപ്പിച്ച് മാനേജറും പോയി. ഒരുപാട് ഡ്രിങ്ക് കുടിച്ചാലേ അയാൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. സോ അതിനുവേണ്ടി ഇവളും കുറേ കുടിച്ച് വയ്യാതെ ആയതും അയാൾ അവളോട് മോശമായി ബിഹേവ് ചെയ്തു. അയാളിൽ നിന്ന് രക്ഷപ്പെട്ട അവൾ എത്തിയത് ടെറസിന് മുകളിലാണ്. പേടിച്ചവൾ അവളുടെ കാല് തട്ടി താഴെ വീണു. അതുവഴി അനിയത്തിയെ തേടി വരുമ്പോഴാണ് താഴെ ഒരാൾ വീണെടുക്കുന്നത് കണ്ടതും ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവളുടെ മുഖഛായമുള്ള ആള് അത് തൻ്റെ അനിയത്തിയാണെന്ന് അവൾക്ക് മനസ്സിലാവുകയാണ്. എന്നാൽ ടീന എത്തിയപ്പോഴേക്കും അവളുടെ ബോധം പോയി. ആരും ഇവളെ വേദനിപ്പിച്ചതാണെന്നും അവരെ വെറുതെ വിടാൻ പോകില്ലെന്ന് പറയുന്നു. ശേഷം ഇവിടെ ആ മാനേജറും ക്ലയൻറ്റും പേടിച്ച് താഴെ വന്ന് നോക്കുമ്പോൾ അവളുടെ ബോഡി പോലും കാണുന്നില്ല. അന്നേരം ടീന അവളുടെ വേഷമെല്ലാം വിട്ട് ബോൾഡായിട്ട് വരുന്നു. അവളെ ജീവനോടെ കണ്ടതും ക്ലയൻറ്റ് ഒന്ന് പേടിച്ചു പോയി. ഇവൾ മരിച്ചതാണല്ലോ, തല പൊട്ടി രക്തം പോകുന്നത് ഞാൻ കണ്ടതാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവൾ നിങ്ങൾ എന്താണ് പറയുന്നത്? ഞാൻ റെസ്റ്റ് റൂമിൽ പോയതാണ്, അമിതമായി മദ്യപിച്ചതിനാൽ തോന്നുന്നതാകാം എന്ന് പറഞ്ഞതിനാൽ മാനേജർ ക്ലയൻറ്റിനെ റെസ്റ്റ് എടുക്കാനായി റൂമിലേക്ക് കൊണ്ടുപോയി. പിറ്റേന്ന് അവൾ ഓഫീസിൽ വരുമ്പോൾ മറ്റു കൊളീഗ്സൊക്കെ അവളെ കളിയാക്കുകയാണ്. ഇന്നലെ രാത്രിത്തെ ഡിന്നർ എങ്ങനെയുണ്ടായി? ബോസിനെ വീഴ്ത്തിയോ? നിനക്ക് വളരെ പെട്ടെന്ന് കോൺട്രാക്റ്റ് കിട്ടിയോ എന്നൊക്കെ അവർ കരുതിയിരിക്കുന്നത് ക്ലയൻറ്റിനെ വളച്ചൊടിച്ചിട്ടാണ് ഇവൾ സൈൻ ചെയ്തെന്ന. എന്നാൽ ഇത് ജിയാങ് അല്ല, ടീനയാണ് എന്നറിയാതായിരിക്കും ഇവർ പെരുമാറുക. ടീന കമ്പനിയിൽ കയറുന്നതിന് മുന്നേ എല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിട്ട് തന്നെയാണ് കയറിയത്. സോ ഓരോരുത്തരുടെ പേര് പറഞ്ഞ് നിങ്ങളുടെ മാനേജറും തമ്മിൽ എന്തുണ്ടല്ലോ. മാനേജർ മാരീഡാണ്. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഭാര്യ അറിഞ്ഞാൽ വെറുതെ ഇരിക്കില്ല. എന്നാൽ ഇവർ ഒറ്റക്കെട്ടായി പറയുന്നത് ഇവൾ വെറും ഒരു ടീം ലീഡർ മാത്രമാണ്, മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞ് തർക്കമുണ്ടാക്കുമ്പോൾ ജോലി ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ച് മാനേജർ വരികയും ആ ലേഡി എന്നെയും സാറിനെ കുറിച്ച് ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമയ്ക്കുകയാണ്. ഇവളാണ് എല്ലാം തുടങ്ങിയത്. അവളെ പിരിച്ചുവിടാനായി പറയുമ്പോൾ ദേഷ്യം വന്ന മാനേജർ ഞാനാണോ നീയാണോ മാനേജർ? മാനേജർ എന്തിനാണ് ഇത്രയും ഇപ്പോൾ അവളെ പേടിക്കുന്നതെന്ന് വെച്ചാൽ അവൾക്കിപ്പോൾ ഇവരെക്കുറിച്ച് എല്ലാം മനസ്സിലായെന്നും മാനേജറിന്റെ കഴുത്തിലിട്ടായി ഈ ലേഡിയാണ് കൊടുത്തതെന്ന് അവൾ മാനേജറുടെ മുഖത്ത് നോക്കി പറഞ്ഞു. ഇനി അവളുമായി അധികം മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് അവർ ഓഫീസിൽ കിസ് ചെയ്യുകയാണ്. എന്നാൽ ഇതെല്ലാം ടീന CCTV ഹാക്ക് ചെയ്ത് അവളുടെ ഫോണിൽ കാണുന്നുണ്ടായി. ശേഷം മാനേജർ അവരുടെ ജോലി കാര്യക്ഷമത അടുത്തിടെ വളരെ മികച്ചായതിനാൽ ആനുവൽ ഔട്ട്സ്റ്റാൻഡിംഗ് എംപ്ലോയി അവാർഡ് ലഭിക്കുമെന്ന് പറയുന്നു.
ജിയാങ് കമ്പനി ഇയാളുടെ കമ്പനിയിൽ വലിയ ഇൻവെസ്റ്റ് തന്നെ നടത്തിയിട്ടുണ്ട്. അതിനാൽ ജിയാങ് കമ്പനി മുതലാളിയെ കാണാനായിട്ട് അവളെയും വിളിക്കുന്നു. അതും ആ ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്റ്റ് സക്സസ് ആക്കാൻ. അങ്ങനെ ഇവർ രണ്ടുപേരും ജിയാങ് കമ്പനി സിഇഒ കാണാനായി പോവുകയാണ്. എന്നാൽ സിഇഒ ആയിരിക്കില്ല, സിഇഒയുടെ സഹായിയായിരിക്കും. അയാൾ തൽക്കാലത്തേക്ക് നിയമിച്ച ഒരാളാണ്. അയാൾ മാനേജറെ കണ്ടതും മാനേജറിനോട് കൂടുതൽ അടുക്കുന്ന രീതിയിലാണ് പെരുമാറുക. അത് കാണുന്ന മാനേജറിന് എന്തോ അപാകത തോന്നുന്നു. അതിനാൽ അവൾ മാനേജറിനോട് ഈ പ്രോജക്റ്റ് സൈൻ ചെയ്ത് കിട്ടണമെങ്കിൽ സാറ് തന്നെ അകത്തേക്ക് പോകണം. അദ്ദേഹത്തിന് സാറിനെയാണ് പിടിച്ചത്. ഉചിതമായ സമയത്ത് കമ്പനിക്ക് വേണ്ടി ഒരു ചെറിയ ത്യാഗം ചെയ്യാം. അപ്പോഴേക്കും അയാൾ വന്ന് ഇവരുടെ കമ്പനി ചെയർമാൻ വാർഷിക യോഗത്തിൽ പങ്കെടുക്കും. അതിനു മുന്നേ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് അവളെ പുറത്താക്കി മാനേജറിൻ്റെ ചന്തിക്ക് പിടിച്ചായിരിക്കും അകത്തേക്ക് കയറ്റുക. പരിപാടിയെല്ലാം കഴിഞ്ഞ് അയാൾ മാനേജറിൻ്റെ വീഡിയോ എടുക്കും അവൾക്ക് കൊടുക്കുന്നു. എന്നിട്ട് മാനേജറിൻ്റെ ഭാര്യയെക്കുറിച്ച് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആഴ്ചയിലൊരിക്കൽ ആഡംബര കടയിൽ പോവുകയും അയാളുടെ അമ്മായച്ചൻ്റെ കമ്പനിയിലാണ് അയാളിപ്പോൾ മാനേജറായിരിക്കുന്നത്. അയാളുടെ അവിഹിത ബന്ധത്തെക്കുറിച്ച് ഭാര്യ അറിഞ്ഞാൽ അവൾ അവനെ എളുപ്പത്തിൽ വിട്ടുകളയുകയില്ല എന്ന് കേൾക്കുമ്പോൾ ടീന തിരക്ക് കൂട്ടണ്ട, നമുക്ക് സ്ലോലി എല്ലാം ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ അവൾ മാനേജറിൻ്റെ ഭാര്യയെ കാണാനായി പോകുന്നു. ഒന്ന് മിണ്ടാനായിട്ട് അവൾ അവരുടെ മേൽ തട്ടുകയും അവൾ ക്ഷമ പറയുകയും ഒന്ന് കമ്പനി കൂടാൻ ആ ലേഡിയെ ഒന്ന് സ്റ്റൈലിഷ് ആക്കുന്നു. അതിലവർ ഇംപ്രസ്സായി വീണു. എന്നിട്ട് താൻ ഇൻ്റർനാഷണലി റിന്യൂഡ് ഫാഷൻ ഡിസൈനർ സോഫിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കൂടുതൽ ക്ലോസ് ആവുകയും ഒരുമിച്ച് ഷോപ്പിനൊക്കെ പോയി ക്ലോസ് ആവുന്നു. ഇവിടെ ഓഫീസിൽ ആ ലേഡി അയാളോട് നിങ്ങളുടെ ഭാര്യ പുതിയ ബ്രേസ്ലെറ്റ് വാങ്ങിച്ചത് കണ്ടോ, തനിക്ക് അങ്ങനത്തെ വേണമെന്ന് പറയുമ്പോൾ അങ്ങനത്തെ അല്ലെങ്കിൽ പുതിയ കോൺട്രാക്റ്റ് കിട്ടിയിട്ടുണ്ട്, അതിന് കിട്ടുന്ന ക്യാഷും കൊണ്ട് എന്തെങ്കിലും വാങ്ങാം, അല്ലെങ്കിൽ പുതിയ റിസോർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അവിടെ പോകാമെന്ന് പറയുന്നു. ഇതെല്ലാം മൂന്നാമതായ ഇവൾ കാണുകയും തട്ടിപ്പുകാരെ പിടിക്കാൻ നല്ലൊരു സ്ഥലമാണെന്ന് പറയുന്നു. ആ ലേഡിയുമായി റിസോർട്ടിൽ പോകാൻ അയാൾ ഭാര്യയോട് കള്ളം പറയുകയാണ്. ഈ വീക്കിൽ എനിക്ക് ഓവർ ടൈം ജോലി ചെയ്യേണ്ടി വരും, അതുകൊണ്ട് എന്നെ എവിടെയെങ്കിലും വരാനായിട്ട് വിളിക്കുമെന്ന് പറയുമ്പോൾ ഭാര്യയും ഒരു പുതിയ സുഹൃത്തിനെ കിട്ടി, അവളുടെ ഒപ്പം ചുറ്റിക്കറങ്ങാനായി ക്ഷണിച്ചിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ തനിക്ക് നല്ല സമയമാണ് ആസ്വദിക്കാൻ കഴിയുക എന്നോർത്ത് ഹാപ്പി ആവുകയാണ്. എന്നാൽ ഇവൾ ആ ലേഡിയെ കൂട്ടി പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത റിസോർട്ടിലായിരിക്കും വരിക. റൂമിന് കീ വാങ്ങി ഇവൾ കീ കൊടുത്തിട്ട് ടോയ്ലറ്റിൽ പോവുകയാണ്. റൂം നമ്പറും പറഞ്ഞിട്ടായിരിക്കും പോവുക. അതേ റിസോർട്ടിലായിരിക്കും ആ ലേഡിയുടെ ഭർത്താവും കാമുകിയുമുള്ളത്. എന്നാൽ അയാളെടുത്ത അതേ റൂം നമ്പറിലായിരിക്കും ഇവൾ ആ ലേഡിയെ പറഞ്ഞു വിടുന്നത്. ആ ലേഡി റൂമിൽ കയറിയതും ഭർത്താവും കാമുകിയും കാണുകയും നല്ലത് പൊട്ടിക്കുന്നു. ഇതെല്ലാം ഇവൾ വീഡിയോ ആയി എടുക്കുന്നുണ്ട്. ശേഷം അവൾ ഓഫീസിലെത്തുമ്പോൾ മറ്റു കൊളീഗ്സ് വന്ന് മാനേജറെ കമ്പനിയിൽ നിന്ന് പുറത്താക്കി മറ്റവളുമായി ബന്ധമുണ്ടായിട്ട് ഇതെല്ലാം ഭാര്യയാണ് പിടികൂടിയത്. അവരുടെ രഹസ്യ വീഡിയോ ആരോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോഴേക്കും മാനേജറും ആ ലേഡിയും വന്ന് നീയാണോ എൻ്റെ ഭാര്യയെ അവിടേക്ക് കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ അതേന്ന് പറയുകയും നാണമില്ലേ വിവാഹം കഴിഞ്ഞിട്ടും സ്വന്തം ഭാര്യ വഞ്ചിക്കാൻ, എൻ്റെ എല്ലാം നഷ്ടമായി എന്ന് പറഞ്ഞ് അയാൾ ടീനയുടെ കഴുത്തിൽ കയറി പിടിച്ചു. ഉടനെ കൊളീഗ്സ് വന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ മാനേജർ വരുമെന്നറിയുന്ന ഇവൾ നേരത്തെ തന്നെ പോലീസിന് ഇൻഫോം ചെയ്തിരുന്നു. കമ്പനിയിൽ ഒരാൾ പ്രശ്നമുണ്ടാക്കുന്നെന്ന് പറഞ്ഞ് കോള് വന്നത് കൊണ്ട് പോലീസുകാർ അവിടെ വരികയും പോലീസ് ഇയാളെ പിടിച്ചുകൊണ്ട് പോകാനായി ഇനിയും തെളിവിന് അവൾ അയാളെ ചൊടിപ്പിക്കാനായി ആ വീഡിയോ എടുത്തത് ഞാനാണെന്ന് പറഞ്ഞതും ദേഷ്യം വന്ന മാനേജർ അവിടെ കഴുത്തിൽ പിടിച്ചതും വേഗം തന്നെ പോലീസ് അവരെ രണ്ടുപേരെയും കൊണ്ടുപോവുകയാണ്. അങ്ങനെ അനിയത്തിയെ കൊന്നവനെ ജയിലിലാക്കി ഇവൾ നേരെ പോകുന്നത് അനിയത്തിയെ ഇത്രയും നാളും വളർത്തിയ പാരൻസിനെ കാണാനായിട്ടാണ്. എന്നാൽ അവർക്ക് ടീനിയെ കാണുമ്പോൾ ജിയാങ് ആണെന്ന് കരുതി നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൾക്കൊന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞ് ജിയാങ്ങിൻ്റെ റൂമിൽ പോകുന്നു. അപ്പോഴേക്കും അവിടേക്ക് അവരുടെ ഭർത്താവ് വരികയാണ്. ജിയാങ് വന്നിട്ടുണ്ടെന്നറിഞ്ഞയാൾ അവളെ ക്യാഷിന് വേണ്ടി ക്ലബിൽ കൊണ്ടുപോകാനായിട്ടാണ് വന്നത്. അമ്മ അയാളെ തടയാൻ ശ്രമിച്ചെങ്കിലും സാധിക്കുന്നില്ല. അപ്പോഴേക്കും അവൾ വാതിൽ തുറന്നതും അയാളുടെ കൈമുറിച്ച് എൻ്റെ അമ്മയെ തൊടാൻ നിങ്ങൾക്ക് ഇത്രയും ധൈര്യമോ എന്ന് പറഞ്ഞ് അയാളെ ഓടിച്ചു. എന്നാൽ ഇവളുടെ ഈ പെരുമാറ്റം കണ്ടതും അമ്മയ്ക്കൊരു കാര്യം ഉറപ്പായി, ഇത് ജിയാങ് അല്ല. ആരാണ് നീ, ഇവിടെ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു. അങ്ങനെ അവൾ ആരാണെന്നും താൻ ജിയാങ്ങിൻ്റെ ചേച്ചിയാണ്, എന്നാൽ ജിയാങ്ങിന് സംഭവിച്ചത് പറയാതെ അടുത്തിടെയാണ് ഞാൻ അവളെ കണ്ടത്. സഹോദരി പരിപാലിച്ചതിന് ഒരുപാട് നന്ദി. അവളിപ്പോൾ വിദേശ യാത്രയിലാണ്. അവളെല്ലാം എന്നോട് പറഞ്ഞിരുന്നു. നിങ്ങളുടെ മകനെ കണ്ടെത്താനായിട്ടും കൂടിയാണ് ഞാൻ വന്നത്.
മകനെ കണ്ടെത്താൻ ഇപ്പോൾ ജിയാങ്ങിൻ്റെ ഐഡന്റിറ്റി യൂസ് ചെയ്യണം, എന്നോടൊപ്പം തന്നെ വേണമെന്ന് പറയുമ്പോൾ അവരുടെ മകനെ അകറ്റിയത് അവരുടെ ഭർത്താവാണ്. എന്നാൽ ഭർത്താവായിട്ട് കുറെ നാളെ വിവാഹമോചനം നേടിയിരുന്നു. അമ്മയുടെ തലയിൽ മുറിവ് പറ്റിയതിനാൽ അവൾ അവരെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ശേഷം ടീന ജിയാങ്ങിന്റെ ഡയറി വായിക്കുമ്പോഴാണ് അയാൾ എത്രത്തോളം അവളെ ഉപദ്രവിച്ച് ക്യാഷ് വാങ്ങിച്ചുള്ള കാര്യം അറിയുന്നു. അപ്പോൾ അയാൾ അവൾക്ക് വിളിച്ച് ഇന്ന് രാത്രി ഒരുങ്ങി എഴുന്നേക്ക്, ഒരു ക്ലയന്റ് നിന്നെ കാണാനായിട്ട് വരുന്നുണ്ട്, ഓടിപ്പോയാൽ കമ്പനിയിൽ ചെന്ന് പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നാണം കെടുത്തും എന്ന് ഭീഷണിപ്പെടുത്തി. രാത്രിയാകുമ്പോൾ അയാൾ പറഞ്ഞതുപോലെ ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവരുന്നു. ഇവളെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് അവിടെ ഒരുങ്ങി കെട്ടിയിരുന്നത്. വീട്ടിലേക്ക് വന്ന ഇവരെ അവളുടെ ആൾക്കാരെയും കൊണ്ട് ഉപദ്രവിക്കുന്നിടത്തോളം ഉപദ്രവിച്ച് അയാൾ ഒളിപ്പിച്ചു വെച്ച മകൻ എവിടെയാണെന്ന് ചോദിച്ചു. എന്നാൽ സത്യം പറയാത്തതുകൊണ്ട് തന്നെ അയാളുടെ കൈ നല്ല തിളച്ച വെണ്ണയിൽ മുക്കുമ്പോഴാണ് അയാൾ അവസാനം മകനുള്ള ഇടം പറയുന്നത്. അങ്ങനെ അനിയനെ രക്ഷിച്ച് അവൾ അമ്മയ്ക്ക് മുന്നിൽ കൊണ്ടുപോയി. അവനെ കണ്ടതും അമ്മയ്ക്ക് അതിയായ സന്തോഷമായി. അവൾക്ക് മുന്നിൽ മുട്ടുകുത്തുമ്പോൾ അതൊന്നും വേണ്ട, എൻ്റെ അനിയത്തിയെ നോക്കിയില്ലേ, അത് തന്നെ വലിയ കാര്യമാണ്. ഹോസ്പിറ്റൽ ഡിസ്ചാർജായി അവർക്കുള്ള ഡ്രസ്സെല്ലാം എടുക്കാനായി പോകുമ്പോൾ അനിയൻ ഒരു ചെറിയ ചെക്കനുമായി വഴിയിൽ വഴക്കുണ്ടാക്കി. അവൻ്റെ അമ്മ എത്തിയതും ടീനെ കണ്ട് ജിയാങ്ങാണ് എന്ന് കരുതി, നിനക്കെന്നെ അറിഞ്ഞുകൂടി, ഞാനാണ് ഡൂച്ചിങ്. അപ്പോഴേക്കും അവൾക്കൊരു കാര്യം ഓർക്കുകയാണ്. ജിയാങ്ങിന്റെ ഡയറിയിൽ ജിയാങ് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ഇവളും ഇവളുടെ ഫ്രണ്ട്സും കൂടി ജിയാങ്ങിനെ ബുള്ളി ചെയ്തിരുന്നു. നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം ഇപ്പോഴും കണ്ടുമുട്ടുമെന്ന് കരുതിയില്ല. നിന്നെ ഇതുവരെ ആരും വിവാഹം കഴിച്ചില്ലേ, നിന്നെ പോലെ ഒരു പാവപ്പെട്ടവളെ ആരാണ് വിവാഹം കഴിക്കുക? എന്നിട്ട് അവളുടെ ഭർത്താവ് വാങ്ങിച്ചു കൊടുത്ത ഡയമണ്ട് റിംഗ് ഒക്കെ കാണിച്ച് ഷോ കാണിക്കുകയും വരുന്ന ശനിയാഴ്ച റിയൂണിയനാണ്, 10 മണിക്ക് നീയും വരണം എന്ന് പറഞ്ഞ് അവൾ പോകുന്നു. അപ്പോൾ അമ്മ പറയുന്നുണ്ട് ടീനയോട്, മോളെ പോകണ്ട, അവൾ അത്ര നല്ലവളല്ലെന്ന്. റിയൂണിയന് ടീന ടാക്സിയിലായിരിക്കും വരിക. ടീനയെ കാണുമ്പോൾ ഈ പ്രായത്തിൽ ഇവൾക്ക് സ്വന്തമായി ഒരു കാറും പോലുമില്ല, ഇപ്പോഴും ദരിദ്രയാണോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി അകത്തേക്ക് കയറുമ്പോൾ സെക്യൂരിറ്റി അവരെ കയറ്റുന്നില്ല. ഈ ഹോട്ടലിൻ്റെ ഓണർ ഇപ്പോൾ ആരെയും കടത്തരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡൂച്ചെങ് അവരുടെ ഭർത്താവിനെ വിളിച്ച് ഹോട്ടൽ ഓണറുമായി സംസാരിക്കാനായി പറഞ്ഞപ്പോൾ ആ പുള്ളി പറയുന്നത് അദ്ദേഹം എത്ര വലിയ ആളാണ്, നമ്മളൊന്നും പറഞ്ഞാൽ കേൾക്കില്ല, തിരക്കിലാണ്, ഞാൻ പിന്നീട് കോൾ ചെയ്യാമെന്ന് പറഞ്ഞ് കോള് കട്ടാക്കി. എന്നാൽ ഭർത്താവ് പറഞ്ഞതൊന്നും ഇവൾ മറ്റുള്ള ഫ്രണ്ട്സിനോട് പറയാതെ നമുക്ക് മറ്റൊരു ഹോട്ടലിൽ പോയി കൂടാമെന്നായിരിക്കും ഡോ പറഞ്ഞത്. അപ്പോൾ ടീന, എനിക്ക് ഈ ഹോട്ടൽ ഓണറെ അറിയാം, ഞാനൊന്ന് വിളിച്ചു നോക്കാം എന്ന് പറയുമ്പോൾ ഇവരും അതിന് നിന്നെപ്പോലെ ഒരാൾ വിളിച്ചാൽ ഇപ്പോൾ ആ പുള്ളി ഫോൺ എടുക്കും എന്ന് കളിയാക്കിയതും ടീന അതൊന്നും മൈൻഡാക്കാതെ കോൾ ചെയ്ത് VIP റൂം ബുക്ക് ചെയ്യുന്നു. ഉടനെ സെക്യൂരിറ്റിക്ക് ഇൻഫോർമേഷൻ കിട്ടി, ബോസ് നിങ്ങളെ അകത്തേക്ക് കയറ്റാനായി പറഞ്ഞെന്ന് പറയുന്നു. ഇവർ ആദ്യം ഒന്ന് ഷോക്കായെങ്കിലും ഡോ പറയുന്നത് തൻ്റെ ഭർത്താവാണ് വിളിച്ചു പറഞ്ഞത്, അല്ലാതെ ഇവളൊന്നുമല്ല. ശേഷം ടീന നല്ല വിലപിടിപ്പുള്ള ഫുഡായിരിക്കും ഓർഡർ ചെയ്യുക. അന്നേരം ഒരു ലേഡി സ്റ്റാഫ് ഹോട്ടൽ ഓണർ കൊടുത്തയച്ച ഡയമണ്ട് നെക്ലസ് കൊണ്ടുവരുന്നു. അത് ടീനയ്ക്കായിരിക്കും. പക്ഷേ മറ്റുള്ളവർ ഡൂൻ്റെ ഭർത്താവ് കോടീശ്വരനായതുകൊണ്ട് ഡൂന് വേണ്ടി നൽകിയതാണ് എന്നാണ്. ഡൂച്ചിങ് വാങ്ങാനായി പോകുമ്പോഴാണ് കറക്റ്റ് ടൈമിൽ ആ ഹോട്ടലിൻ്റെ ഓണറെത്തി. ഇത് നിങ്ങൾക്കല്ല, നിങ്ങൾ ആരാണ്, ഈ മാല ഇവർക്കാണ് എന്ന് പറഞ്ഞ് ടീനയ്ക്ക് കൊടുക്കുമ്പോൾ എല്ലാവരും ഷോക്കായി. കാരണം ടീന ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയും ഇവളെ പോലെ ഒരുത്തിക്ക് വേണ്ടി ഈ ഹോട്ടൽ ഓണർ ഒരു നെക്ലസ് കൊടുക്കുക എങ്ങനെ എന്നൊക്കെ ഓർത്ത്. അപ്പോൾ ടീന തൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത് എന്നയാളോട് പറയുന്നു. എന്നാൽ അപ്പോഴും ഇവർ അവളെ മോശമായിട്ടായിരിക്കും പറയുന്നത്. കൂടുതലായതിനാൽ ഉടനെ ഓണർ അവരെ അടിച്ചു പുറത്താക്കാനായി പറയുന്നു. ഇവിടെ ഡൂച്ചെങ് വീട്ടിലെത്തുമ്പോൾ ഭർത്താവ് ഒരെണ്ണം പൊട്ടിക്കുന്നു. ആ ഹോട്ടൽ ഓണറുമായി നടത്തേണ്ട ബിസിനസ് ഡീലെല്ലാം ക്യാൻസലായി. ഭർത്താവിന്റെ ദേഷ്യം മാറാനായിട്ട് അവളുടെ അമ്മ ഈ അടുത്തിടെ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടി. അവരുടെ അച്ഛന്റെ പിറന്നാൾ കൂടിയാണ് വരുന്നത്. അവരാണെങ്കിൽ പേരുകെട്ട ബിസിനസ്കാരും. അവിടെ മിസ്റ്റർ ജിയാങ് വരുന്നുണ്ട്. മിസ്റ്റർ ജിയാങ്ങിനെ കണ്ടുമുട്ടിയാൽ ബിസിനസ് കാര്യങ്ങളെല്ലാം നമുക്ക് അവരോട് ചോദിച്ച് സെറ്റാക്കാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അങ്ങനെ ആ പിറന്നാൾ പാർട്ടി എത്തുന്നു. പാർട്ടിയിൽ ടീനയും വന്നിട്ടുണ്ടാകും. അവളെ കണ്ടതും ഡൂച്ചെങ് ആ പാർട്ടിയിൽ തന്നെ പ്രശ്നമുണ്ടാക്കുന്നു. ഇത് കണ്ടുവന്ന ലിൻ ഗ്രൂപ്പിന്റെ ഓണർ വരുമ്പോഴാണ് ഇവൾ ജിയാങ് കമ്പനിയുടെ CEO ആണെന്ന് അറിയുന്നത്.
എന്നിരുന്നാലും ഡൂച്ചങ് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ലീ മുത്തശ്ശൻ്റെ മകൾ അവൾക്കൊരെണ്ണം പൊട്ടിച്ച് പിറന്നാൾ പാർട്ടി കുളമാക്കാനാണോ അമ്മയും മകളും വന്നത്? ഇനി ഈ പാർട്ടിയിൽ ഇവളുടെ പേരിൽ ഒരു തർക്കം വേണ്ട എന്ന് കരുതി അവളുടെ അസിസ്റ്റന്റിനെ വിളിച്ച് അവളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാനായി പറഞ്ഞു. സെക്കൻഡിനുള്ളിൽ എല്ലാവരുടെ ഫോണിലേക്ക് ടീന ആരാണെന്നുള്ള സത്യം വെളിപ്പെടുത്തുകയാണ്. ഇവിടെ ജിയാങ്ങിന് ബോധം വരുമ്പോൾ അസിസ്റ്റന്റ് അടുത്തുണ്ടാകും. ഞാൻ നിങ്ങളുടെ സഹോദരിയുടെ അസിസ്റ്റന്റാണ്. ടെറസിന്മേലിൽ വീണതിനു ശേഷം മാഡമായ നിങ്ങളുടെ ചേച്ചിയാണ് ഇവിടെ എത്തിച്ചെന്ന് കേൾക്കുമ്പോൾ ഇവൾക്ക് സ്വന്തമായ ഒരു ചേച്ചിയുണ്ടെന്ന് അവൾ ഇപ്പോഴാണ് അറിയുന്നത്. അതറിഞ്ഞപ്പോൾ അവൾക്കൊരുപാട് ഹാപ്പി ആവുകയും അവളൊന്ന് കോൾ ചെയ്യുമ്പോൾ ടീനയ്ക്ക് ജിയാങ്ങിന് ബോധം വന്നതിൽ ഒരുപാട് സന്തോഷിക്കുകയും മുത്തശ്ശിയെ കാണാൻ അസിസ്റ്റന്റിനൊപ്പം നീ ജിയാങ്ങിലേക്ക് തിരിച്ചു പോകണം. ഇവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ അമ്മയും അനിയനെ കൊണ്ടുവരാം. അനിയനെ കണ്ടെത്തിയെന്ന് കേൾക്കുമ്പോൾ അതിൽ കൂടുതൽ ഹാപ്പിയായ അവൾക്ക്. അങ്ങനെ ജിയാങ് മുത്തശ്ശിയെ കാണാനായി അസിസ്റ്റന്റ് കൂടെ പോകുന്നു. ആദ്യ കാഴ്ചയിൽ കണ്ടപ്പോഴേ മുത്തശ്ശിക്ക് ഇത് ജിയാങ് ആണെന്ന് മനസ്സിലായി. ജിയാങ് വന്നതിൻ്റെ സന്തോഷത്തിൽ മുത്തശ്ശി നഷ്ടമായ തൻ്റെ കൊച്ചുമകൾ തിരിച്ചു കിട്ടിയെന്നറിയിക്കാൻ ഫാമിലി റിയൂണിയൻ വയ്ക്കാമെന്ന് തീരുമാനിക്കുന്നു. അതും ജിയാങ് കുടുംബത്തിലെ രണ്ടാമത്തെ മിസ് എന്ന പദവി ഏറ്റെടുക്കാൻ. എന്നാൽ അവൾക്ക് ടീന വന്നിട്ട് മതി എന്ന് പറയുമ്പോൾ മാഡം ഇപ്പോഴും ചില കാര്യങ്ങളുടെ പിന്നാലെയാണ്. ജിയാങ് കുടുംബത്തിലേക്കുള്ള നിങ്ങളുടെ തിരിച്ചുവരവ് എന്തായാലും ആഘോഷമാക്കണം. മാഡത്തെ നോക്കണ്ട എന്നായിരിക്കും അസിസ്റ്റന്റ് പറയുന്നത്. അങ്ങനെ ടീന നാട്ടിൽ തിരിച്ചെത്തിയെന്ന് അറിഞ്ഞ അവളെ കൂട്ടിക്കൊണ്ടു പോകാനായി ഹോട്ടലിൽ പോയപ്പോൾ റൂമിൽ ആരും ഉണ്ടാകില്ല. വിളിച്ചു നോക്കുമ്പോൾ കോളും പോകുന്നില്ല. സോ ടീനയുടെ സഹായി വിളിക്കുമ്പോഴാണ് അറിയുന്നത് ടീനയെ ആരോ വിളിച്ചു കൊണ്ടുപോയതാണെന്ന്. ലൊക്കേഷൻ നോക്കുമ്പോൾ മിഡിൽ സ്കൂളിൻ്റെ പിൻഭാഗത്താണെന്ന് അറിയുന്നു. അത് കേട്ടതും ജിയാങ് അവളെന്തിനാണ് അവിടെ പോകുന്നത്? എന്തോ പന്തികേടുണ്ട്, വേഗം വണ്ടിയെടുത്തോ, അവളെന്തോ അപകടത്തിലാണെന്ന് പറഞ്ഞ് അവർ പോകുന്നു. ഇവിടെ ടീനയെ ഡൂച്ചിങ്ങും ഫ്രണ്ട്സും കൂട്ടായിരിക്കും കൂട്ടിക്കൊണ്ടുവന്നത്, അതും അവളോട് പ്രതികാരം വീട്ടാനായി. എന്നാൽ ഇവർ കൂട്ടിക്കൊണ്ടുവന്നത് പ്രതികാരം വീട്ടാൻ തന്നെയാണെന്ന് അറിയാവുന്ന ടീന അവളുടെ ആൾക്കാരെ കൂട്ടിക്കൊണ്ടാണ് വന്നത്. ഗാർഡ്സുകൾ അവരെ പിടിച്ച് അവർ ടീനയോട് എന്താണ് ചെയ്യാൻ പ്ലാനിട്ടത് അതൊക്കെ ഇവൾ ഗാർഡ്സിനെ വെച്ച് ചെയ്യിപ്പിക്കുന്നു. എന്നാൽ ആ ടൈമിൽ ഡോച്ചെങ് അവരെ തള്ളിമാറ്റി കാറെടുത്ത് ടീനയെ കൊല്ലാനായി ശ്രമിച്ചു. പക്ഷേ അവരുടെ ഗാർഡ്സ് ടീനയെ തള്ളിയിട്ടതും ഗാർഡ്സിന്മേലായിരിക്കും പരിക്കേൽക്കുക. ഇവളും വീണ വീഴ്ചയിൽ ബോധം കെട്ടുകയും കുറച്ചു നേരം കണ്ണു തുറന്നു നോക്കുമ്പോൾ ഇരുട്ടായ ടീനയ്ക്ക് ഭയങ്കര പേടിയാണ്. അപ്പോഴേക്കും ജിയാങ്ങും കസിൻ ബ്രദറും അസിസ്റ്റന്റും അവളുള്ളടുത്തെത്തി. തപ്പി നോക്കി വരുമ്പോൾ ടീനയെ കാണുന്നു. എന്നാൽ ആ സമയത്ത് തന്നെ ഡോച്ചെങ്ങിൻ്റെ ആൾക്കാർ ടീനയെ കൊല്ലാനായി കത്തിയുമായി വന്നതും കുത്തേൽക്കുന്നത് ജിയാങ്ങിനാണ്. അങ്ങനെ അവരെല്ലാവരും അവളെ ഹോസ്പിറ്റലിലാക്കി അവളെ വീണ്ടും സേഫാക്കുന്നു. ജിയാങ്ങിനെ കാണാൻ അനിയനും അമ്മയും എത്തി. ഇവർക്ക് നിന്നെ മിസ് ചെയ്ത് കൊണ്ടാണ് കൊട്ടിക്കൊണ്ടുവന്നെന്ന് പറയുമ്പോൾ ജിയാങ് ടീനയോട് നന്ദി പറഞ്ഞു. അപ്പോൾ അവിടേക്ക് ആ ഹോട്ടൽ ഓണർ വന്ന് ടീനയെ പ്രപ്പോസ് ചെയ്യുന്നു. എന്നാൽ ടീന കരുതുന്നത് പുള്ളി തമാശ പറയുന്നത് എന്നാ. ഇതെല്ലാം ജിയാങ്ങും കസിൻ ബ്രദറും കേട്ട് കളിയാക്കുമ്പോൾ ദേഷ്യം വന്ന ടീന അകത്തേക്ക് പോയി. ഭാവിയിൽ ഞാൻ തീർച്ചയായും നിന്റെ മൂത്ത സഹോദരിയെ ആരെയും കൊണ്ട് ശല്യപ്പെടുത്താനായി അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ ടീനയുടെ ബ്രദറും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ഈ ഡ്രാമ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.